ഹലോ ഫ്രണ്ട്സ്, അബിയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിങ്ക് ആൻഡ് പോസിറ്റീവ്, ചേഞ്ച് യുവർ ലൈഫ്. തൻ്റെ ദിവാസ്വപ്നങ്ങളെ എങ്ങനെ $1 ബില്യൺ ആക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത വാൾട്ട് ഡിസ്നി. മാർവൽ സ്റ്റുഡിയോസ്, ജെറ്റിക്സ്, ESPN സ്പോർട്സ്, ഹിസ്റ്ററി ചാനൽ, ABC ടെലിവിഷൻ, ഡിസ്നി അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എന്തിന് ഹിന്ദി സിനിമ ഡങ്കൽ വരെ നീളുന്ന ലോക എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ ഭൂരിഭാഗവും ഇന്ന് ഡിസ്നിയുടെ കൈകളിലാണ്. പിതാവ് ഒരു കർഷകനും റെയിൽ റോഡ് കമ്പനിയിലെ ജോലിക്കാരനുമായിരുന്നു. എപ്പോഴും പകൽ സ്വപ്നം കാണുന്ന, ഒരു ജോലിയിലും ശ്രദ്ധയില്ലാത്ത വാൾട്ട് ഡിസ്നിക്ക് നന്നായി പടം വരയ്ക്കുക എന്ന ആ ഒരു കഴിവുകൊണ്ട് മാത്രം പിതാവിനെ തൃപ്തിപ്പെടുത്താൻ ആയിരുന്നില്ല. 2 കാര്യങ്ങൾ മാത്രമായിരുന്നു അന്ന് ഡിസ്നിക്ക് ഇഷ്ടം: ചിത്രരചന, ഹാസ്യ നാടകങ്ങൾ. പിതാവ് അറിയാതെ പല രാത്രികളിലും ഹാസ്യ നാടകം അഭിനയിക്കാൻ ഡിസ്നി പോയിരുന്നു. ഇത് ഡിസ്നിക്ക് 2 പാഠങ്ങൾ നൽകി: എങ്ങനെ ഹാസ്യം ജനിക്കുന്നു, രണ്ടാമത്തത് തന്റെ ഇഷ്ടങ്ങളെ പിന്തുടരുക. അദ്ദേഹത്തിന് കാൻസാസ് സിറ്റി സ്റ്റാർ പത്രത്തിൽ ജോലി ലഭിക്കുന്നു. സർഗശേഷി ഇല്ലാത്ത തന്നെ പോലെ ഒരാൾ എന്തിന് ജോലിയിൽ തുടരണമെന്നാണ് പിരിച്ചുവിടുമ്പോൾ സ്ഥാപന മേധാവി പറഞ്ഞത്. 1921 അമ്മാവനിൽ നിന്നും പണം കടം വാങ്ങി ആനിമേഷൻ കമ്പനി തുടങ്ങുന്നു. ഫലമോ കടക്കെണി, നഷ്ടം. വാടക കൊടുക്കാൻ പോലും പണമില്ലാത്ത, ശരിയായ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ ഡിസ്നി ഉറപ്പിച്ചു തന്റെ വഴി ഇത് തന്നെയാണ്. തനിക്ക് കീഴടങ്ങാനാകില്ല. ഹോളിവുഡിലേക്ക് വണ്ടി കയറിയ അദ്ദേഹം 1926 യുസെൽ ദ റാബിറ്റ് എന്ന മിക്കി മൗസിനോട് രൂപസാദൃശ്യമുള്ള കാർട്ടൂൺ ക്യാരക്ടറിനെ സൃഷ്ടിച്ചു. നിർമ്മാണമോ പ്രശസ്തമായ യൂണിവേഴ്സൽ സ്റ്റുഡിയോ. പിന്നെയും ഡിസ്നിയെ തേടി ഭാഗ്യദോഷമെത്തി. യൂണിവേഴ്സൽ സ്റ്റുഡിയോ റാബിറ്റിന്റെ പേറ്റന്റ് നേടി. അദ്ദേഹം അറിയാതെ മറ്റൊരാളെ വെച്ച് തുടർ ചലച്ചിത്രങ്ങൾ ഇറക്കി. സ്റ്റുഡിയോയിൽ നിന്നും പണമൊന്നും തനിക്ക് ലഭിച്ചതുമില്ല. അദ്ദേഹം പിന്നെയും ധാരാളം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു. അവയൊന്നും ആവേശമുണ്ടാക്കാൻ പോകുന്നത് അല്ല എന്നും പറഞ്ഞ് നിരസിക്കപ്പെട്ടു. പരാതികളുടെ, ദാരിദ്ര്യത്തിന്റെ, നഷ്ടബോധത്തിനും ഇടയിൽ ഡിസ്നി വീണ്ടും ഒരു ട്രെയിൻ യാത്ര കൂടി നടത്തുന്നു. യാത്രകളിൽ പതിവ് പോലെ ഡിസ്നി ദിവാസ്വപ്നങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. അതാണ് 3 വൃത്തങ്ങളിൽ ജനിച്ച മിക്കി മൗസ്. ഏതൊരു ബിസിനസ് മേഖലയിലും സക്സസ് ആവണമെങ്കിൽ പുതിയതായി എന്തെങ്കിലും കൂട്ടിച്ചേർത്തേ തീരൂ. ഇതുവരെ നിശബ്ദമായി രസിപ്പിച്ചിരുന്ന സിനിമയ്ക്ക് ഡിസ്നി പുതിയൊരു മാന നൽകി. പുതിയൊരു ശബ്ദവും സംഗീതവും നൽകി. ഡിസ്നിയുടെ ഈ മികച്ച ടെക്നോളജി അങ്ങനെ വൻ ഹിറ്റ്. പിന്നീട് അങ്ങോട്ട് നിരവധി കഥാപാത്രങ്ങൾ, നിരവധി ഹിറ്റുകൾ. ഡിസ്നി വിശ്രമിച്ചിരുന്നില്ല. മൊത്തം എന്റർടൈൻമെന്റ് ബിസിനസ്സും തന്റെ കൈകളിലിരിക്കണമെന്ന അടുത്ത സ്വപ്നത്തിലേക്ക്. അവിടെ നിന്നാണ് തീം പാർക്ക് എന്ന പുതിയ ആശയം ജനിക്കുന്നത്. അതുവരെ പാർക്ക് പുൽത്തകടിയും ഊഞ്ഞാലുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ലോകത്തെ മുഴുവൻ ഫാന്റസികളെയും ഉൾക്കൊള്ളുന്ന ഒരു മായാലോകമായി. പിന്നീട് ഡിസ്നി എന്ന കമ്പനി പുതിയൊരു ബിസിനസ് സ്ട്രാറ്റജിയിലേക്ക് കടക്കുന്നു. യൂണിലിവർ ചെയ്ത അതേ സ്ട്രാറ്റജി പുതിയതായി വന്ന കമ്പനികളെയെല്ലാം ഡിസ്നി ഏറ്റെടുക്കുന്നു. ഇന്ന് ലോകത്തെ 90% എന്റർടൈൻമെന്റ് ബിസിനസ്സും ഡിസ്നി കമ്പനിയുടേതാണ്. ഒരു പരാജിതന്റെ കഥയാണിത്. സ്വപ്നജീവി എന്ന് പറഞ്ഞ് കളിയാക്കപ്പെട്ടവന്റെ ഒരു പരാജയത്തിന് തന്നെ തോൽപ്പിക്കാനാകില്ല എന്ന് ഉറപ്പിച്ച വാൾട്ട് ഡിസ്നിയുടെ കഥ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.